നമ്മുടെ ടെറസിൻ്റെ മുകളിലത്തെ കൃഷിയാണ്. അപ്പം നമുക്ക് തക്കാളിയൊക്കെ പഴുത്ത് നിൽക്കുന്നുണ്ട്. അപ്പം നമ്മളിന്ന് തക്കാളിയൊക്കെ പൊട്ടിക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് ചീരയുണ്ട്. അപ്പം നമ്മളിന്ന് ചീരയും പൊട്ടിച്ച് കറി വയ്ക്കാനാണ് വിചാരിക്കുന്നത്. അപ്പം നമുക്ക് ചീരയൊക്കെ നന്നായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം നമ്മളിതിനകത്ത് ചീര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ചാക്കിനകത്ത് നമ്മൾ പണ്ട് ചീര വെച്ചാണ് മുമ്പ്. അപ്പം നമ്മൾ ഈ ചാക്കത്തെ മണ്ണൊക്കെ പുറത്ത് കൊട്ടിയിട്ട് കുറച്ച് വളവും മിക്സ് ചെയ്ത് നമ്മൾ പയർ വയ്ക്കാനായിരുന്നു ഉദ്ദേശിച്ചത്. എന്നിട്ട് നമ്മൾ മണ്ണൊക്കെ നിറച്ചിട്ട് പയറിൻ്റെ വിത്തൊക്കെ ഇട്ടു. അപ്പോൾ വിത്തൊന്നും മുളച്ചില്ല. പയറിൻ്റെ വിത്തൊന്നും മുളച്ചില്ല. അതിനകത്ത് മൊത്തം ചീരയുടെ ചീരയാണ് വന്നത് മൊത്തം. അപ്പം നമ്മൾ ഇതിനകത്ത് ഒറ്റ ചീര വെച്ചതല്ല, എല്ലാം ചീരയും പഴയ വിത്ത് ഇതിനകത്ത് ഉണ്ടായിട്ട് മണ്ണിലുണ്ടായിട്ട് അത് മുളച്ച് വന്നതാണ്. അപ്പോൾ അത് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ നമുക്കൊരു 2-3 നമുക്ക് ചെടി എടുത്താൽ തന്നെ കിട്ടും ചീര. കറി വയ്ക്കാനുള്ളത് നമുക്കായി. അങ്ങനെ ചീര പൊട്ടിച്ചു. നമുക്ക് കുറച്ച് തക്കാളിയും കൂടി ഉണ്ട്. 2-3 തക്കാളി ഉണ്ട്. അപ്പോൾ പഴുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പൊട്ടിച്ചു അത്. അപ്പോൾ അത് പഴുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടി പൊട്ടിച്ചെടുക്കുകയാണ്. കുറച്ചും കൂടി പഴുപ്പാവണം. നാല് തക്കാളി കിട്ടി. പിന്നെ നമുക്ക് വെണ്ടയ്ക്കയുണ്ട്. അധികം നമുക്ക് കിട്ടത്തില്ല. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള വെണ്ടയ്ക്കൊക്കെ ഒരു 3-4 എണ്ണമൊക്കെ നമുക്ക് ഡെയിലി കിട്ടും. അപ്പോൾ നമ്മളങ്ങനെ എന്നാൽ വലിയ വലിപ്പമുള്ള വെണ്ടയ്ക്കയല്ല കേട്ടോ, നമുക്ക് ചെറിയ വെണ്ടയ്ക്കകളാണ് കിട്ടുന്നത്. ഇതിൽ നമുക്ക് കുറേ ഉണ്ടായതാണ്. അപ്പോൾ നമ്മൾ ആ തൈ മുറിച്ച് കളഞ്ഞു. കുറച്ച് മുറിച്ച് കളഞ്ഞിട്ട് അതിൽ പിന്നെ ഉണ്ടായ വെണ്ടയ്ക്കയാണിത്. ചെറിയ ചെറിയ വെണ്ടയ്ക്കയാണ്, പക്ഷെ എന്നാലും നമുക്ക് നല്ല ടേസ്റ്റാണ് ഇത്. നമ്മൾ പക്ഷേ അത് വല്ലാണ്ട് മൂക്കാൻ വേണ്ടി നിൽക്കത്തില്ല. ഒരു ഏകദേശം ഒരു മൂപ്പാവുമ്പോൾ തന്നെ നമ്മളത് പൊട്ടിക്കും. ചെറുതാകുമ്പോൾ തന്നെ. പിന്നെ നമുക്ക് കോവയ്ക്കയുണ്ട്. ഇപ്പം അധികമൊന്നുമില്ല. നമുക്ക് പിന്നെ കോവയ്ക്കയുണ്ട്. അപ്പോൾ നമുക്കിതിൽ നിറയെ കോവയ്ക്ക ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ വാടിപ്പോയപ്പോൾ നമ്മൾ തൈ വെട്ടിക്കളഞ്ഞപ്പോൾ രണ്ടാമത് നമുക്ക് വന്നതാണത്. വന്നപ്പോൾ കുറച്ച് കോവയ്ക്ക നമുക്ക് ഉണ്ടായി. നല്ല നീളത്തിലുള്ള കോവയ്ക്കയാണ്. നല്ല ടേസ്റ്റാണ് കോവയ്ക്ക. അപ്പോൾ നമ്മൾ ഇതിൽ തന്നെ നമുക്ക് കുറച്ച് വീട്ടിലേക്ക് ആവശ്യമുള്ള കോവയ്ക്കൊക്കെ നമുക്ക് കിട്ടും. ഇനി നമുക്കിതിലുണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. ചീര കറി നമ്മൾ വേറെ വയ്ക്കും.